വരട്ടെ. ഇനി എന്നാ വരാ? വരാം. ചാന്തേട്ടാ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഭാര്യയെ കാണാൻ വരുന്നതും പോകുന്നതൊക്കെ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള, പക്ഷേ രാത്രിയിലുള്ള ഈ വരവും പോക്കും കണ്ട ആളുകൾ വല്ലതും പറഞ്ഞെന്നിരിക്കും. ചേട്ടനാണ് വന്നു പോകുന്നതെന്ന് അയൽക്കാർക്ക് തോന്നില്ല. കല്യാണം കഴിക്കാത്ത വേറെയും പെമ്പിള്ളേരുള്ള വീടാത്. അതുകൊണ്ട് വരവും പോക്കും ഒക്കെ പകലായാൽ ഞങ്ങളുടെ മാനമെങ്കിലും പോകാതിരിക്കും. സുഷമേ, വേണ്ട വിദ്യ. സുഷമ പറയുന്നതിലും കാര്യമുണ്ട്. ഇത്രയും ഇണങ്ങിയ ഒരു കല്യാണക്കാര്യം ഇനി പ്രസന്നയ്ക്ക് കിട്ടാൻ പോണില്ല. അവളിപ്പോ 3ാമത്തെ പ്രാവശ്യമല്ലേ പ്രീ ഡിഗ്രിക്ക് തോക്കണത്. പ്രായമായ പെമ്പിള്ളേർക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ലെന്ന് കണ്ട ഉടനെ കെട്ടിച്ചു വിട്ടേക്കുക. ഞാൻ പറഞ്ഞതിന് ധ്വനി ചേച്ചിക്ക് മനസ്സിലായോ? എനിക്കെല്ലാം മനസ്സിലായടാ. പക്ഷെ 25,000 രൂപ 25 പവന്റെ ആഭരണവും കൊടുക്കണമെന്നല്ലേ നീ പറയുന്നത്? അത് കുറച്ച് കൂടുതല. മനസ്സിലായില്ല? ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല? അത് തന്നെ. അല്ലാതെ പിന്നെന്താ? നീ വന്നേ പറയട്ടെ. ദേ, KSRTCയിൽ ജോലിയുള്ള ഒരു പയ്യനാണെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കാശ് അവന് കിട്ടും. പിന്നെ എന്റെ പെങ്ങടെ മോളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടിയത്. ഈ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേ? പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാ. നമ്മുടെ പെണ്ണിനെ അങ്ങോട്ട് അയച്ചാ അവര് പൊന്നു പോലെ നോക്കിക്കോളും. എന്ത് കൂ? ഏതായാലും മക്കളോട് ഞാനൊന്ന് ആലോചിക്കട്ടെ. കൊടുക്കാമെന്ന് പറഞ്ഞ പൊന്നും പണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിശ്ചയിച്ച കല്യാണം മാറിപ്പോകുന്നതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? അതുകൊണ്ട് കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും ശരി, നമുക്ക് ഈ കല്യാണം നടത്തണം. കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാ. അത് ഞാൻ എന്റെ മരുമക്കളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. 25,000 രൂപ 25 പവനുമാണ് പ്രസന്നയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 10 പവൻ ഒരു കൊല്ലം കഴിഞ്ഞു കൊടുത്താൽ മതി എന്ന് അവരേറ്റിട്ടുണ്ട്. കല്യാണ ചെലവ് 25,000 രൂപയും പ്രശാന്തും പ്രദീപും കൂടെ ഉണ്ടാക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി 15 പവൻ കൂടി വേണം. അതിൽ 3 പവന്റെ സ്വർണം അവിടെ ദേഹത്ത് തന്നെ ഉണ്ട്. ദാ, ഈ മാലയും വളയും കൂടെ 4-4.5 പവനുണ്ട്. ഇത് വിൽക്കുകയോ മാറ്റിയെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇന്ന് വിദ്യമോളെ, നിന്റെ അടുത്തുള്ള 10 പവനിൽ 8 പവനെങ്കിലും നീ പ്രസന്നയ്ക്ക് കൊടുക്കണം. ആഭരണങ്ങൾ കാശുണ്ടാവുമ്പോ ഇനിയും വാങ്ങാമല്ലോ. അമ്മയ്ക്ക് 2 മരുമക്കളുണ്ടല്ലോ. ഒരു തരി സ്വർണം ഞാൻ തരികയല്ല. എന്റെ അച്ഛൻ എനിക്ക് സ്വർണം തന്നതേ പ്രസന്നയെ കെട്ടിച്ചയക്കാനല്ല. ഞാൻ തരുന്നോണ്ട് മാത്രം തികയില്ലല്ലോ. വനജ കൂടി വിചാരിച്ചാൽ അതിനോറെ പുളിക്കും. ഞാൻ വെറും കഴുത്തോടു കൂടി നടക്കണമെന്നായിരിക്കും. അതിന് എന്നെ കിട്ടില്ല. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലെ സ്വർണ്ണം വിട്ട് ശീലിച്ച കുട്ടിയല്ലേ. പ്രസന്നയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ആഭരണങ്ങളും കൂടെ വേണം. നിനക്ക് തരാൻ മനസ്സുണ്ടാകുമെന്ന് എനിക്കറിയാം. ശാന്തേട്ടന്റെ കൈ നൂറ്റാവുന്നതിന്റെ മാക്സിമം ഊറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പൊ വിദ്യാർത്ഥിയുടെ കയ്യിലെ സ്വർണം മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി എന്റെ അമ്മ സ്വന്തം മാല ഒരു മകളുടെ കല്യാണത്തിന് കൊടുക്കുന്ന ത്യാഗോജ്ജലമായ സെന്റിമെന്റൽ സീൻ കാണാൻ എന്ത് രസമായിരിക്കുന്നു. നനയുന്നിടം മാത്രം കുഴിക്കുന്ന ഈ കുബുദ്ധി നല്ലതല്ലമ്മേ. ചാന്തേട്ടാ, തന്റെ ഇഷ്ടം പോലെ. അമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴേ തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശം കാണുമെന്ന്. ഏതായാലും ഞാൻ കാരണം പ്രസന്നയുടെ കല്യാണം മുടങ്ങണ്ട. സ്വർണത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുതാണല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്റെ അച്ഛൻ എനിക്ക് ഈ സ്വർണം തന്നത്. ഇന്നലെ വരെ ഈ വീട്ടിൽ ഈ സ്വർണത്തിന് ഒരു വിലയില്ലായിരുന്നു. എന്റെ അച്ഛന്റെ പ്രയത്നം സ്വന്തം മക്കൾക്ക് ഉപകരിച്ചില്ലെങ്കിലും ഈ വീട്ടിലെ ഒരു കുട്ടിക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടായല്ലോ. എന്റെ അച്ഛന്റെ ആത്മാവിന് പുണ്യം കിട്ടും. അമ്മയ്ക്കിപ്പോ മനസ്സിലായല്ലോ, മക്കള് 2 ലക്ഷമോ 4 ലക്ഷമോ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ലെന്ന്. പെട്ടിയിലിരിക്കുന്ന അട്ടിക്കണക്കിന് നോട്ടുകളേക്കാൾ ആവശ്യത്തിന് ഉപകരിക്കുന്ന നാണയങ്ങൾക്കാണ് അമ്മ വില. വന്നു കയറുന്ന പെണ്ണിന് സ്ത്രീധനം കൂടുതൽ വേണമെന്ന് വാശി പിടിക്കുമ്പോ അമ്മയ്ക്ക് ഒരു മോളുണ്ടെന്നുള്ള കാര്യം അമ്മ മറന്നുപോയി. പ്രസന്നെ, നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ
തരുന്ന ഈ സ്വർണം കൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് ശാന്തേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയാണ്. ഇത് പോയാലും ശാന്തേട്ടന്റെ പെങ്ങളുടെ കഴുത്തിലൊരു താലി ഉണ്ടാവും. അമ്മേ, ഇതിലും ഭേദം എല്ലാവരുടെ വേഷം കഴിച്ചാൽ ചാവുന്നായിരുന്നു. ആര് പറഞ്ഞു വേണ്ടാന്ന്? നിന്റെ നാക്ക് എവിടെ പോയടാ? ഇറങ്ങിപ്പോയോ? നിന്റെ മുമ്പിൽ നിന്നല്ലേ അവൾ ഇത്രയും പ്രസംഗിച്ചിട്ട് പോയത്? അതമ്മയ്ക്ക് കുറച്ചിലായി പോയെങ്കിൽ ആ സ്വർണ്ണം ഇങ്ങ് തിരിച്ചു തന്നേക്ക്. എന്നിട്ട് 2 ലക്ഷക്കാരനോട് മേടിച്ചോ. അവര് കല്യാണം നടത്തിയ വിദ്യേച്ചിയുടെ ആഭരണങ്ങളെല്ലാം എടുത്തിട്ടാന്ന് തോന്നുന്നു. കാതില് കമ്മല് പോലും ഇല്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്തേലും ദുഷ്ടലാക്കോടുകൂടി ആയിരിക്കും ആ തള്ള ചേച്ചി വിളിപ്പിച്ചെന്ന്. അവരെ പറയുന്ന എന്തിനാ? ആ തള്ള ചോദിച്ചപ്പോ എല്ലാം ഊരി കൊടുത്ത വിദ്യ വേണം പറയാൻ. ശാന്ത, എടാ, നീ വിദ്യ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ? അതെ. അവക്കേ ഇത് മാസം 4. പല്ലവന്റെ കൊച്ചിനെ വളർത്തേണ്ട ഗതികേടൊന്നും നിനക്കില്ലടാ. അമ്മേ, അത് പിന്നെ അമ്മ കണക്കൂട്ടി വിഷമിക്കണ്ട, ശാന്തേട്ടൻ അറിയാം. എവർക്കെന്താ പ്ലേറ്റ് വെക്കാത്തത്? പ്ലേറ്റ് വെച്ച് ചോറിടറി. ചോറും കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്നെന്താ ഒരു പുതുമ? ഇന്നു മുതൽ ഇങ്ങനെ. ഞാൻ ഇവിടെ ആരുടെയും ബാല്യക്കാരിയൊന്നുമല്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ മത്സരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. മര്യാദയ്ക്ക് അവർക്ക് ചോറ് വിളമ്പിടി. പ്രദീപിന് ചോറ് കൊടുക്കാൻ മനസ്സില്ലേ ഇവിടെ? അമ്മ വെറുതെ എന്നോട് വഴക്കൂടണ്ട. എന്നെ കൊണ്ട് ചോറ് വിളമ്പിക്കാൻ മാത്രം വളർന്നോ കൊച്ചമ്മ? വിദ്യാർത്ഥി പറഞ്ഞാൽ ശരിയാ. വെക്കാനും വിളമ്പാനും ഇഷ്ടമല്ലാത്തവര് കഴിക്കാനും നിൽക്കരുത്. നീ പോടാ പട്ടി. അയ്യേ, അച്ഛന്റെ പേരിങ്ങനെ പരസ്യമായിട്ട് വിളിക്കാമോ? പ്രസാദേ, അവളെ പറഞ്ഞാലേ അവനെ ഇഷ്ടപ്പെടത്തില്ല. രാത്രിയിൽ ചേട്ടന്റെ ഭാര്യ ഉച്ചമയക്കത്തിന് അനുജന്റെ കാമുകയല്ലേ അവള്. എന്താ നീ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ അമ്മ കൊതിയുന്നുണയും പറയാൻ അയൽപക്കം നിരങ്ങാൻ പോകും. ഞാനാണെങ്കിൽ കഥ അടച്ച് മുറിയിലും. പിന്നെ ഇവിടെ ആരെയും പേടിക്കണ്ടല്ലോ. വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ആർക്കറിയാം? അവളുടെ ഒരു പതിവ്രത ചമയില് കാണിച്ചു തരാം നിന്നെ. എന്തൊക്കെയാണ് ഈശ്വര ഇവിടെ നടക്കുന്നത്? കുടുംബം മുടിഞ്ഞു പോവാൻ ഇനി വല്ലതും വേണോ? നിന്നുടെ കാര്യം വഹിച്ചു വസിക്ക നീ ഏവം അരുൾ ചെയ്ത് നിൽക്കും ദശാന്തരേ, നിന്നുടെ കാര്യം. എന്താ? അമ്മയോട് ഇനി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി എന്തോന്ന് പറയാനാ? വനചേട്ടത്തി പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടല്ലോ. അതിൽ ഇത്രയെങ്കിലും സത്യം ഉണ്ടെന്ന്. എടാ, സത്യം ഉണ്ടേലും ഇല്ലേലും കുടുംബത്തിന് പേരുദോഷം കേൾപ്പിച്ചല്ലോടാ നീ. എടാ, പെറ്റതള്ളയും ചേട്ടന്മാരും പറയുന്നത് കേൾക്കാതെ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും വിളിച്ചു കൂവാനും ആയിരുന്നല്ലോ നിനക്ക് ഉത്സാഹം. നീ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് എനിക്കിപ്പം മനസ്സിലായടാ. അമ്മേ, നീ എന്നോട് ഇനി ഒന്നും പറയണ്ട. ആരോ തട്ടുന്നുണ്ട്. ആരോ നോക്കിയേ. എന്താ? നിങ്ങളെ ഭാര്യ ഒന്ന് വിളിച്ചേ. ഇപ്പൊ പറ്റില്ല. വിളിക്കാനാ പറഞ്ഞത്. വനജേ, പ്രസാദ് വിളിക്കുന്നു. അവൻ വിളിക്കുമ്പോ ഓടിച്ചെല്ലാൻ അവനാരാ? പോകാൻ പറ അവനോട്. പിന്നെ അങ്ങനെ പോകാനെന്നല്ല ഞാൻ വന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. നീ പിന്നെ മഴക്കൊണ്ടാകാൻ വന്നിരിക്കുകയാണല്ലേ? അമ്മ ഇടപെടുന്നു. പൊക്കി അവിടുന്ന്. അയ്യോ, ദീപേട്ടാ, മര്യാദയ്ക്ക് അവർ ഇറക്കി വിട്. ഇവനെയൊക്കെ ആരാ പേടിക്കുന്നേ? പ്രദീപ് പോയി വാതിലടയ്ക്ക്. നീ എന്താ കണ്ടെന്ന് പറ.
എന്താണ് ഇവിടെ ബഹളം? എടാ, വിടടാ. എടാ, പ്രസാദേ, അവളെ കേൾക്കണം. അവളെ വിടടാ. എടാ, അവളെ വിടടാ. ഓടിക്കോ. അങ്ങനെ പോകാൻ നോക്കണ്ട. നീ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാതെ നിന്നെ അവിടെ നിന്ന് വിടില്ല. ഞാൻ സത്യം പറയും. നീ കണ്ടെന്നത് പറ. എനിക്ക് ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. എന്താ പ്രസാദ ഇത്? ഞാൻ ഇവിടുന്ന് പോവാ വിദ്യാർത്ഥി. പ്രസാദ് ഇവിടുന്ന് പോയാ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? പോവേണ്ടത് ഞാനല്ലേ ഇവിടെ ഒരു അധികപ്പറ്റ്. വിദ്യാർത്ഥി ഇവിടുന്ന് പോകരുത്. ആര്യ എല്ലാ കാലത്തും ഭർത്താവിന്റെ അമ്മായി അമ്മയുടെയും ആട്ടും തൊഴിയേറ്റ് കിടക്കേണ്ടവളാണെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഒരമ്മയ്ക്ക് കുഞ്ഞിനെ പോറ്റാൻ ഭർത്താവിന്റെ അഡ്രസ് ഔദാര്യം ആവശ്യമാണെന്ന് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. സ്വന്തം കാലിനുള്ള തന്റെ ഇടം വേണം വിദ്യാർത്ഥി. ഏട്ടനൊരു പാവ. വിദ്യാർത്ഥി വേണം ഏട്ടന് ധൈര്യം കൊടുക്കാൻ. വിദ്യാർത്ഥിയോട് മാത്രമേ എനിക്ക് യാത്ര വയ്ക്കാനുള്ളൂ. ഇനിയും ഞാനിവിടെ നിന്നാൽ ഞാൻ വരട്ടെ. എന്റെ മോള് സുലോചനെ പ്രശാന്തിന് കല്യാണം ആലോചിച്ചല്ലേ? 30 പവന്റെ ആഭരണങ്ങളും 50,000 രൂപയും രൊക്കം തരാമെന്ന് പറഞ്ഞതല്ലേ? അവന്റെ ഇഷ്ടക്കേട് കൊണ്ട് അവൻ വേണ്ടെന്ന് വെച്ചു. അത് പിന്നെ സുലോചനയുടെ രണ്ടാം കെട്ടായതുകൊണ്ടാ ചാന്തൻ ഇഷ്ടപ്പെടാതിരുന്നത്. ചാന്തേട്ടൻ ഇങ്ങനെ തന്നെ വേണം. വലിയ സുന്ദരിപ്പെണ്ണിനെ അന്വേഷിച്ച് പോയതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? ആ പിഴച്ചവൾ ഒരുത്തി കാരണമാ എന്റെ പ്രസാദമോ നാട് വിട്ടു പോയത്. എന്റെ മക്കളെ തമ്മിൽ തെല്ലിച്ച് അവക്ക് ഗതി പിടിക്കില്ല. ഇനി അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ശാന്തൻ എങ്ങനെയാ അവളോട്? നിവർത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും പിന്നെ എന്തിനാ അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഉപേക്ഷിക്കാൻ മേലായിരുന്നോ? അതെങ്ങനെയാ സരോജിനി? അവള് കൊണ്ടുവന്ന് പൊന്നും പണ്ടും ഒക്കെ എടുത്തു പോയില്ലേ? അതെന്താന്ന് വെച്ചാൽ അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ? 30 പവന്റെ ആഭരണങ്ങളും 80,000 രൂപയും ഇപ്പോഴും ഇവളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പ്രശാന്തന്റെ കാര്യം പറഞ്ഞാ ഇപ്പോഴും എന്റെ മോക്ക് 100 നാവാ. ചേച്ചി മനസ്സ് വെച്ചാ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതെങ്ങനെയാ സരോജിനി? ഇപ്പോ വേണോന്ന് വിചാരിച്ചാ ഇപ്പോഴും നടക്കും. വിദ്യ പ്രസവിച്ചു കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാ. എടി പെണ്ണെ, വയറ്റിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരിടത്ത് തന്നെ കുത്തിയിരിക്കരുത്. കാലും കൈയും ഒക്കെ ഒന്ന് അനങ്ങട്ടിടി. നീ അങ്ങോട്ട് ഇറങ്ങി നിന്നാ തുണിയൊക്കെ ഒന്ന് ഒലച്ചെടുത്തേ. വെയിലിപ്പോ അങ്ങ് പോകും. ആ, കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി നിക്കേ. മക്കള് വല്ലതും കഴിച്ചോടി?
വയറ്റുള്ളപ്പം വയറ് നിറച്ചു വല്ലതും കഴിക്കണം. മക്കളെ ആ അഴുക്ക് വെള്ളത്തിൽ കഴുകാതെ അങ്ങോട്ട് ഇറങ്ങി നിന്നാ നല്ല വെള്ളത്തിൽ ഒലച്ചെടുക്ക്. ആ അമ്മ പിടിച്ചേരാം പതുക്കെ. ഓ എന്താ പേടിക്കാനാ, അമ്മയല്ലേ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ അങ്ങനെ മക്കൾ ഓരോ തുണിയും എടുത്തേ. ആ അമ്മ ഓരോന്നെടുത്ത് അങ്ങോട്ട് ഇട്ട് തരാം. മക്കൾ ഒലച്ചെടുക്ക്. ഇന്നാ ദാ ഇത് നല്ലപോലെ ഒന്ന് ഒലച്ചെടുത്തേ. ഒന്നും പേടിക്കണ്ടെന്നേ, അമ്മ പിടിച്ചുതരാം. മോൾ അതിങ്ങെടുത്തേ. ആ നോക്ക് നിക്കാതെ, തുണി ഞാൻ കൊഴുകി പോവും. അവിടെ വലിയ ആഴമൊന്നും ഇല്ലെന്നേ, ഞാൻ പിടിച്ചുതരാം. അതിങ്ങ എത്തിയ എടുത്തോ. ആഹാ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ആ എടുത്തോ ഇങ്ങനെ. അങ്ങനെ എന്താ ഉണ്ടായത്? കാല് വഴുതി വീണത്. എന്തിനാ ഈ പുഴയിലേക്ക് കുളിക്കാൻ പോണേ? തന്റെ ബോഡി വളരെ വീക്കാ, വളരെ സൂക്ഷിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ണടച്ച് കിടന്നോളൂ. എന്റെ ഈശ്വര, എന്റെ മോക്ക് എന്തു പറ്റിയാവോ? ഒന്നുമില്ലാതെ അവളിങ്ങനെ ഒരു എഴുത്തെഴുതില്ലല്ലോ. 7-ാം മാസം കൂട്ടിക്കൊണ്ടുവരാനോ പറ്റിയില്ല. ഒന്ന് പോയി കാണുമെങ്കിലും വേണ്ടേ? എന്നിട്ട് വേണം ആ തള്ളയുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും കേൾക്കാൻ. തെറ്റ് നമ്മുടേതല്ലേ, അത് അവരറിയേണ്ട കാര്യമുണ്ടോ? എന്താ അമ്മ ഇത്? എന്തൊരു ബഹളമാകത്ത്? പല ആശുപത്രിയിലും കൊണ്ടുവന്ന് നോക്ക്. ഈ നിലവിളിയും കുന്തമൊന്നും കേട്ട് നീ പേടിക്കണ്ട. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. മനുഷ്യന് സ്വയം തരത്തില്ലെന്ന് വെച്ചാ എന്ത് ബഹളാകോ ചെയ്ത്? ഞാൻ മാത്രം വിചാരിച്ചൊന്നും കാര്യമല്ലോ ഒച്ചേ. നല്ലോണം ദൈവത്തിന് വിളി. അത്തം നക്ഷത്രത്തിന് 4 നാഴികോടിയുണ്ട്. അതെ, വേദന തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ താമസമുണ്ട്. കുറച്ചല്ല, നല്ലപോലെ താമസിച്ചോട്ടെ. അത്തം നക്ഷത്രത്തിനെ തന്തക്കാലുണ്ട്. എന്തിനാടി എണ്ണം കെട്ടവളെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് ഇടുന്നില്ലേ? അത് ചേച്ചി ചത്തമില്ലെന്ന് അറിയാനായിരിക്കും. ചാവുമ്പോഴേ ആളെ പറഞ്ഞു വിടാ. അങ്ങനെ തോന്നിയതുകൊണ്ട് അറിയിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തിയത്. അയ്യണ എന്തൊരു നാക്ക്, അതിനൊരു കുറവില്ല. നില്ലടി അവിടെ. അങ്ങോട്ട് മാറുന്നുണ്ടേ. അയ്യോ ചേച്ചി, ചേച്ചി, ചേച്ചി ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണമെന്നേ ഞങ്ങള് തീരുമാനിച്ചോളാം. നീ വേഗം ഒരു വണ്ടി വിളിച്ചോണ്ട് വാ. പെൺകുഞ്ഞ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ലേ? പോസ്റ്റ്മോർട്ടം നടത്തി കുഞ്ഞിന്റെയും തള്ളയുടെയും ഡെഡ് ബോഡി കൂടി കൊണ്ടുപോയിരുന്നല്ലോ.
വിദ്യ പ്രസവിച്ചിട്ട് ഇത്രയും ദിവസമായില്ലേ, കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ തള്ള ഇതേവരെ ചെന്നില്ലല്ലോ. ശാന്തേട്ടൻ ചേച്ചി ആ വീട്ടിലേക്ക് എങ്ങാനും കൂട്ടിക്കൊണ്ടു പോയാൽ ആ തള്ള ചേച്ചിയും കുഞ്ഞിനെയും കൊല്ലാക്കൊല ചെയ്യും. നമുക്ക് വിദ്യ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. പട്ടിണിയാണെങ്കിലും 1-2 മാസം മനസമാധാനമായിട്ട് അവർക്ക് ഇവിടെ കഴിയാമല്ലോ. നമ്മൾ പോയി കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ആശുപത്രിയിലെ ബില്ല് നമ്മൾ കൊടുക്കണം. അതിനുള്ള വഴിയൊന്നും കാണാതെ ഈശ്വര, വിദ്യയുടെ ആദ്യത്തെ പ്രസവമല്ലേ, എല്ലാ ചെലവും നമ്മൾ തന്നെ നോക്കണം. അതൊന്നും അറിയാഞ്ഞിട്ടാണോ? ഈശ്വര, എന്റെ തയ്യൽ മെഷീൻ വിറ്റ എത്ര രൂപ കിട്ടും? സാരമില്ലമ്മേ, പ്രസവ ചെലവ് കൂടി നോക്കാതെ അങ്ങോട്ട് പറഞ്ഞയച്ച വിദ്യ ആ തള്ള എവിടെ കിടത്തി പൊറപ്പിക്കില്ല. നിനക്ക് ആകെ കൂടിയുള്ള ആശ്രയമല്ലേ മോളെ ആ തയ്യൽ മെഷീൻ. അതും കൂടി അമ്മേ, ആദ്യം വിദ്യയെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ അമ്മേ, നീ തനിച്ചേ ഉള്ള മോളെ? ശ്രീനി വന്നില്ലേ? ഇല്ല. എന്താ മോളെ പ്രശ്നം? വഴക്ക് വല്ലതും? അതാണേലും വേണ്ടില്ലായിരുന്നു. അമ്മയ്ക്കറിയോ, ഞാൻ അവിടെ ചെന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ശ്രീനിയോട് പറയുന്നതാ നമുക്ക് വേറെ മാറി താമസിക്കാന്ന്. ശ്രീനി ഇത് കേൾക്കണ്ടേ? എനിക്ക് ആ തള്ളയുടെ കൂടെ താമസിക്കാൻ വയ്യ. പിന്നെ ഞാൻ എന്തുണ്ടായി കൊടുത്താലും ശ്രീനിക്ക് അത് ഇഷ്ടമല്ല. അമ്മ എന്തുണ്ടായി കൊടുത്താലും അമൃത ശമ്പളം കിട്ടിയാലും അമ്മയുടെ കയ്യിൽ കൊടുക്കും. അത് നീ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കോ? നന്നായി. ആട്ടെ, ആ അമ്മയും മോളും നിന്നോട് എങ്ങനെയാ? അവിടെ അമ്മായിയമ്മ അല്ല എന്നോട് പോരെടുക്കുന്നത്, ശ്രീനിയാ. ചുമ്മാതിരുന്നാ തടി വെക്കുമെന്നും പറഞ്ഞ് എപ്പോഴും എന്നെ കൊണ്ട് എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്റെ മോക്ക് അവിടെ പോയി കിടന്ന് അടിമപ്പണി ചെയ്യേണ്ട ഗതികേടൊന്നുമില്ല. നിന്നെ കൂട്ടിക്കൊണ്ട് പോവാനേ അവനിങ്ങി വരട്ടെ. ഇങ്ങോട്ടേക്ക് ദേ മോളെ, അച്ഛൻ വന്നിരിക്കുന്നു. വേറെ എങ്ങാണ്ട് പോയപ്പോ വഴിതെറ്റി വന്നതാ. മോള് വാ. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് മോള് പനിനീര് തെളിച്ച് സ്വീകരിച്ചതാ. ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ലെങ്കിൽ ആ ഷർട്ട് ഒരുത്താ, ഞാൻ കഴുകിയിടാം. ആഹാ, ഇരിക്കെ. മോനിന് ജോലിക്ക് പോയില്ലേ? ലീവ് എടുത്തു. വിദ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ശാന്തട്ടമ്മ, അകത്തേക്കിരിക്കാം. കുഞ്ഞിന്റെ ദേഹത്ത് ഒരു തരി പൊന്നുപോലും ഇല്ലാതെ എങ്ങനെയാ പറഞ്ഞേക്കുക?